CMന്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇത് ബാങ്കിലിട്ട് ചെക്ക് കൊടുക്കാനായിരുന്നു പ്ലാൻ. ഇനിയിപ്പോ നിങ്ങൾ ഇത് ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നതുകൊണ്ട് അത് നടക്കില്ല. ഞാനിപ്പോ തന്നെ CMന്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞേക്കാം. നോ, ഞാനത് തട്ടിക്കൊണ്ടു പോകുന്നൊന്നുമല്ല. തെളിവായിട്ട് എന്ത് തെളിവ്? എന്തിനുള്ള തെളിവ്? എന്ത് സ്ഥാപിക്കാൻ? അത് ഞാൻ Shut up! താൻ കുറച്ചു മുന്നേ ഈ നടയിൽ എന്റെ മോന്റെ മുൻപിൽ കുറെ റൂളുകളും വകുപ്പുകളും ഒക്കെ പറഞ്ഞല്ലോ. IPC 489C 233 353 എന്നൊക്കെ. എന്നാലേ ഞാൻ തിരിച്ചങ്ങോട്ട് ചിലത് പറയാം. IPC 499 and 500 സ്വജനപക്ഷപാതം കാണിച്ച് ഒരാളെ തെരഞ്ഞുപിടിച്ച് ബോധപൂർവം അപമാനിക്കാൻ ശ്രമിക്കൽ. പോരാത്തതിന് CRPC 119 വകുപ്പ്. വീട് കയറി അതിക്രമം കാണിച്ചതിന് IPC 437 വകുപ്പുകളും. വ്യാജ തെളിവുണ്ടാക്കിയതിന് IPC 192 വകുപ്പ് വേറെയും പിന്നാലെ വരും. എന്താ തമ്പിയതിന് മൊത്തം പകയ്ക്കൽ? ഓ, ഞാനും അഖിലയും നിങ്ങളുടെ ഇവിടുത്തെ പ്രകടനം എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. അതിനാണ് ഈ സാധനം. ഇത് ഇവിടുത്തെ CCTVകളായിട്ട് കണക്ട് ചെയ്തതാ. എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് വച്ചിരുന്ന കാശ് നിങ്ങൾ വ്യാജ തെളിവായി കണ്ടെടുക്കുന്നത് ഉൾപ്പെടെ. അയ്യോ സാർ, അയ്യോ മാഡം, ഞാൻ മനഃപൂർവ്വമായിട്ട്. അയ്യോ മാഡം, ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സോറി മിസ്റ്റർ ഓഫീസർ, നിങ്ങൾ ട്രാപ്പിലായി കഴിഞ്ഞു. സ്പോർട്സ് കോട്ടയിൽ നിയമനം. പെർമനന്റ് എംപ്ലോയി നമ്പർ 463676. റിട്ടയർമെന്റ് ഡേറ്റ് March 31st, 2021. ഇതിനകം 2 സസ്പെൻഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നുകൂടി ആയാൽ ഡിസ്മിസ് മാത്രം. We are very sorry. You will be out of service within 1 day. മാഡം പ്ലീസ്. Nothing doing. തൃച്ചംബരത്ത് ഇന്ന് വരെ വന്ന ഒരു പോലീസുകാരനും കാശ് ഇതുപോലെ കവർന്നെടുത്ത് പോയിട്ടില്ല. ഞങ്ങൾ ദാനം കൊടുത്തിട്ടേ ഉള്ളൂ. But you crossed the limit. മറ്റൊരാളിൽ നിന്ന് അച്ചാരം വാങ്ങി അഖിലാണ്ടേശ്വരിയെ തോൽപ്പിക്കാമെന്ന വ്യാമോഹം നടക്കില്ലത്. നടന്ന ചരിത്രമില്ല ഇതുവരെ. താൻ ഉപ്പ് തിന്നു, ഇനി വെള്ളം കുടിക്കാനാണ് വിധി. അരവിന്ദ്, ടേക്ക് ദ ക്യാഷ്. And you just get lost. Come on. ജയന്തി ആന്റി, നീ പോയി ആരതി എടുത്തോണ്ട് വാ. അഖിലേച്ചി ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ആരതി ഒഴിഞ്ഞിട്ടകത്ത് കയറട്ടെ. ശരി ആന്റി. ആന്റി, വേണ്ട.
ഞാനൊരു ദീർഘയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കേണ്ടത് തൃച്ചംബരത്തെ മൂത്ത മരുമകളാ. ഗംഗ ഒഴിയട്ടെ ആരതി. കൊള്ളാം. കല്യാണം ഇതോടെ പോയി. ഞാൻ മാർക്കറ്റിൽ പോവാന്ന് സുജാതേച്ചോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. എന്തു പറ്റി സേവരേട്ടാ? അഖില മേഡം വന്നു. എന്റെ ഈശ്വര, മാഡം വന്നോ? പിന്നെ ഒരു മാസ് വരവായിരുന്നു. അവിടെ പോലീസും വഴക്കും വക്കാണൊക്കെ ആയിട്ട് എന്ത് പുകിലായിരുന്നു. പോലീസോ? എന്തിന്? കഥയൊക്കെ പിന്നെ പറയാം. നീ വേഗം പോയി മേഡത്തെ കാണാം. ശരി. ആ കല്യാണി, മാഡം ഡൈനിങ് ഹാളിലുണ്ട്. നേരെ ചെന്ന് കയറണ്ട, അടുക്കള ഭാഗത്തുകൂടി ചെന്നാ മതി. ശരി സേവരേട്ടാ. അതെ അതെ, എന്തായാലും വിളിക്കണം. ഇപ്പൊ ഒന്നും നോക്കണ്ട, നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാം. സുബണ, എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ അഖിലേച്ചിയോടൊപ്പം വീണ്ടും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റിയത്. അതിന് എല്ലാ ദൈവങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ഇതെന്താ ഇങ്ങനെ? ഈ ആഹാരത്തിനൊക്കെ എന്താ വല്ലാത്ത രുചി വ്യത്യാസം?
ഇതാരാ ഉണ്ടാക്കിയത്? കല്യാണി എവിടെ? കല്യാണി! നീ എവിടെയായിരുന്നു? എന്താ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അത് മാഡം, ഞാൻ പച്ചക്കറി വാങ്ങാനായിട്ട്. തൃച്ചംബരത്ത് അടുക്കളക്കാരി മാർക്കറ്റിൽ പോകുന്നു. അതിനൊക്കെ ഇവിടെ വേറെ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാനില്ലാതിരുന്നതിന്റെ മാറ്റം ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നാഥനില്ല കളരി പോലെ ഈ വീടും പരിസരവും മാറിയിരിക്കുന്നു. നീ എന്ത് ധിക്കാരോ കാട്ടിയത്? ദിവസങ്ങൾക്കുള്ളിൽ കല്യാണം കഴിക്കേണ്ട പെണ്ണാ നീ. അവള് പബ്ലിക് മാർക്കറ്റിൽ കറങ്ങി നടക്കുന്നു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കല്യാണം ഉറപ്പിച്ച പെണ്ണാ നീ. അത് നീ ഓർക്കണമായിരുന്നു. ഇത് തൃച്ചംബരത്തിന്റെ ആഭിജാത്യത്തിനും അന്തസ്സിനും ചേർന്നതാണോ? നീ തന്നെ പറയ. നിനക്കറിയോ, ഇത്രയും നാളും ഞാൻ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടിയ വഴിപാടും നിവേദ്യവും പടച്ചോറും മാത്രമാണ് കഴിച്ചത്. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വളരെ ആഗ്രഹത്തോടെ ഞാൻ ഇവിടെ വന്നിരുന്നത്. അപ്പൊ നീയുമില്ല, നീ ഉണ്ടാക്കിയ ഭക്ഷണവും ഇല്ല. കടന്നു പോടി എന്റെ മുമ്പിൽ നിന്ന്. ചെക്കന്റെ ഒരു കാര്യം,
പഠിക്കുന്ന പുസ്തകമാണെന്നുള്ള ഒരു വിചാരമില്ല. വലിച്ചു വാരി ഇട്ടിരിക്കാം. അച്ഛാ, ദേ ഇങ്ങോട്ട് വന്നേ. അച്ഛാ, എന്തേ മാഡം. മാഡോ? വാ. അയ്യോ മാഡോ, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. കമ്പനിക്കാര്യത്തിന് വേണ്ടി വണ്ടിയായി കോയമ്പത്തൂർ വരെ പോയിരുന്നു. മാഡം ഇരുന്നാട്ടെ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ദാസേട്ടാ. ദാസേട്ടന് ഒരാപത്തും വരാതിരുന്നത് ഈ കുട്ടികളുടെയും ഞങ്ങളുടെയും ഭാഗ്യം. വിലാസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അവൾ അങ്ങനെയൊക്കെ ചെയ്യാൻ മടിക്കില്ല. അത് പോട്ടെ മാഡം, കഴിഞ്ഞില്ലേ? വിലാസിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തല്ലാം, കൊല്ലാൻ പറ്റില്ലല്ലോ. ചില ജന്മങ്ങൾ അങ്ങനെയാ, മൊത്തം അഴുക്ക. എത്ര അലക്കിയാലും വെളുക്കില്ല. അവൾക്ക് വേണ്ടി ദാസേട്ടനോട് ഞാൻ മാപ്പ് പറയുന്നു. അയ്യോ മാഡം, അങ്ങനെയൊന്നും പറയരുത്. മാഡം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് മറന്നേക്കു ദാസേട്ടാ. ഞാനത് അപ്പോഴേ മറന്നു മാഡം. ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ. എനിക്ക് വിഷം തന്നത് എന്റെ മോളാണെന്ന് അവരെന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ എന്റെ മോളെ വെറുത്തു, ഒത്തിരി വേദനിപ്പിച്ചു. എന്റെ കുഞ്ഞൊഴുക്കിയ കുറെ കണ്ണീരിന് ഞാൻ എന്ത് വില കൊടുക്കും? ഇവൾ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഗംഗയിലും യമുനയിലും നർമ്മദയിലും കുളിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിച്ചത് ഞാനാണെങ്കിലും പുണ്യം ഇവൾക്ക് തന്നെ. തീർത്ഥാടനത്തിന് പോയത് തീരം കാണാനാ. മക്കളെ എല്ലാവരെയും ഒരു നല്ല തീരത്തടുപ്പിക്കാൻ വേണ്ടി. അത് നിൽക്കട്ടെ, ദാസേട്ടൻ എന്ത് വിട്ടിത്തോ കാണിച്ചത്? ആരോ ഒരാൾ വന്ന് ചോദിച്ചപ്പോ 10 ലക്ഷം രൂപയൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് വെച്ചാ. അത് മാഡം, നീരജിന്റെ അമ്മാവനാണെന്ന് പറഞ്ഞപ്പോ. നീരജിനെ കണ്ടെത്തിയതും കല്യാണം ഉറപ്പിച്ചതും ഞാനാ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ആ കല്യാണത്തിന്റെ ഉത്തരവാദിത്തം എനിക്കാ. കല്യാണിക്ക് സ്ത്രീധനം കൊടുക്കാൻ ദാസേട്ടൻ വിഷമിക്കേണ്ടതില്ല. അവള് തൃച്ചംബരത്തെ പെണ്ണ. ഇവൾക്ക് എന്തു കൊടുത്താലും മതിയാവാത്ത മനസ്സുമായിട്ടാ ഞാൻ നിൽക്കുന്നത്. പോട്ടെ, ഞാൻ ഇറങ്ങുന്നു. ആ ശരി മാഡം. നിന്നെ ഞാൻ തല്ലിയത് ആഹാരത്തിന് രുചി പോരാഞ്ഞിട്ടല്ല. ഞാൻ വന്നപ്പോ നിന്നെ കാണാതിരുന്നതുകൊണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകണം എന്നൊരു മോഹം. നിന്നെ കണ്ടില്ല, എനിക്ക് നൊന്തു. എന്റെ കൃഷ്ണേട്ടന്റെ ജീവൻ നീ രണ്ടാമതും രക്ഷിച്ചു. ഇതിനൊക്കെ പകരമായി ഞാൻ എന്താ നിനക്ക് നൽകേണ്ടത്? നന്ദിയുണ്ട് കല്യാണി, ഒരുപാട് നന്ദിയുണ്ട്.